ഇസ്ലാം, മുസ്ലിം, ഖുർആന്, കിതാബ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, "നിങ്ങൾ ഇവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട് ഒരാളെ പിന്നെ ആൾക്കൂട്ടക്കൊല നടത്തി അല്ലെ, അതിൽ കുറേ സംഖ്യകളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാത്തത്? അവിടെ കലാപങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒരു ഹിന്ദു യുവാവിനെ കുറച്ച് മുസ്ലിങ്ങൾ ചേർന്ന് തീ കൊളുത്തി കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ എന്താണ് സംസാരിക്കാത്തത്?" ഇത് ഈ ഒരു മാന്യമായിട്ടുള്ള രീതിയിലല്ല അദ്ദേഹം എന്നോട് സംസാരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ പലപ്പോഴും ആ രീതിയിലല്ല സംസാരിക്കാറുള്ളത്. എങ്കിലും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 തരം മനുഷ്യന്മാരുണ്ട്. ഓക്കെ, 2 തരം മനുഷ്യന്മാരുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ 2 തരം മനുഷ്യന്മാരുണ്ട്. ഒരു കൂട്ടർ എന്താണ്, അവർ ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ടുള്ള മുസ്ലിങ്ങളാണ്. അതായത് ഇസ്ലാമിൻ്റെ ഖുർആനൊക്കെ അനുസരിച്ച് ജീവിക്കണം, സുന്നത്ത് പിന്നെ റസൂൽ പറഞ്ഞൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഹവ ആയിട്ട് അങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് ഇവരൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പം നമ്മളാരാണ്? നമ്മൾ ഈ ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ടുള്ള മുസ്ലിം. അതായത് ഇസ്ലാമിനെ ഫോളോ ചെയ്യണം, പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്, ഖുർആൻ എന്താണ് പറയുന്നത്, ഈ ചില കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് മതപരമായിട്ട് തെറ്റാണ്, മതം ഇതാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മതം ശരിയാണ്, ഇത്തരത്തിൽ മതത്തെപ്പറ്റി ഗൗരവമായി സംസാരിക്കുന്ന, തിരുത്തുകൾ നടത്തുന്ന, അതിൻ്റെ ആർഗ്യുമെൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾ, അഥവാ നമ്മൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ 2 മുസ്ലിങ്ങളാണുള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റലിസ്റ്റ് മുസ്ലിം, അല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെ വലിയ വിഷയം. സിംപ്ലി ഈ ഫണ്ടമെന്റലുകൾ എന്ന് പറഞ്ഞാൽ ബാഡ് മുസ്ലിമാണ്, മറ്റേ ലിബറൽ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഗുഡ് മുസ്ലിമാണ്. അപ്പോൾ ഗുഡ് മുസ്ലിംസ് ആണ്. അപ്പോൾ നമ്മൾ മതത്തെ പറ്റി ഗൗരവമായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ബാഡ് മുസ്ലിം കാറ്റഗറിയിലാണ് അവർ സാധാരണ രീതിയിൽ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 തരം മുസ്ലിങ്ങളുണ്ട്. ഇനി ഈ മുസ്ലിങ്ങളെ കാണുന്ന ആളുകൾ തന്നെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസംഖികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊക്കെ മുസ്ലിം എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എക്സിസ്റ്റൻസിനെ, മുസ്ലിങ്ങൾ ജീവിക്കണോ എന്നുള്ള വിഷയത്തിൽ ഡിബേറ്റ് നടത്തുന്ന ആൾക്കാരാണ്. അവരൊരു വശത്ത്. വേറെ ചില ആളുകൾ ജീവിക്കാനൊക്കെ അർഹത വേണം, എല്ലാവരും മനുഷ്യരാണ്, ലിബറൽസ് എന്നൊക്കെ നമ്മൾ വേണം പറയും. അപ്പം അവരെന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിക്കണം, മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ മുസ്ലിങ്ങൾ ഇസ്ലാം പറയുന്ന എല്ലാ കാര്യവും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൽ ഒരുപാട് തെറ്റുകളുണ്ട്, വിശ്വസിക്കരുത്. കുറച്ച് കാര്യങ്ങൾ പറയും, അത് നിങ്ങൾ ഇസ്ലാമിൽ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ. പക്ഷേ നിങ്ങളങ്ങനെ പറയുന്ന, നിങ്ങളങ്ങനെ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇസ്ലാമിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ടീമുണ്ട്. മൂന്നാമത്തെ ഒരു ടീം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങളായിട്ട് തന്നെ എന്നാൽ ഇസ്ലാമിൽ എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 3 വിഭാഗം ആളുകൾ മുസ്ലിങ്ങളെ കാണുന്നു. എങ്ങനെ? 2 വിഭാഗം ആളുകളായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിമിസി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വിഭാഗത്തിനും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് തെറ്റിദ്ധാരണകളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ നടന്ന വിഷയം. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യം, ആ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ഒരു കലാപം നടക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അത് പൊളിറ്റിക്കലി ബാക്ക്ഡ് ആയിട്ടൊരു കലാപമാണ്. അവിടെയുള്ള പ്രസിഡന്റ്, പ്രധാനമന്ത്രിയൊക്കെ മാറി പുതിയ ആൾ വന്നു. അവിടെ ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളും നേതാവിനെതിരെയുള്ള നടപടികളും, അങ്ങനെ പല റീസൺസ് അതിൻ്റെ ബാക്കിൽ, അങ്ങനെ കുറേ കാര്യങ്ങളും കൊണ്ട് പൊളിറ്റിക്കലി നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിന്ദു യുവാവിന് മുസ്ലിങ്ങൾ ചേർന്നിട്ടല്ലേ കൊളുത്തി കൊന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ റീസൺസ് ഉണ്ടാവാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഇത് നമ്മളിങ്ങനെ ഇവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു മറ കെട്ടുന്നത് പോലെ നമ്മളിങ്ങനെ ഇതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് അവർക്ക് വേണ്ടി നമ്മൾ പറയണം. ഇവരെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ തഖിയ്യ നടത്തുക എന്ന് പറയാം. അതായത് നമ്മൾ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്, പിന്നെ അഭിനയിക്കാൻ. ഓക്കെ, അവരുടെ മുമ്പിൽ അഭിനയിക്കുന്നു എന്നാണ് ചില ആൾക്കാരെങ്കിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് വളരെ നല്ല രീതിയിലാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്? നമുക്ക് പിന്നെ പ്രമാണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് രാജ്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക്കാണ്. പക്ഷേ ഒരു ഇസ്ലാമിക് രാജ്യം നോക്കുക, ഇവർ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക് രാജ്യത്ത് പിന്നെ ഒരു തരത്തിലും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, ഒക്കെ തലവെട്ടുക എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് 50%, 40% മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ, ഏത് ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്, അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വൻ ഇഷ്യൂ ആണ്, അവിടെ പിന്നെ വേറൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ ആ കമൻറ്റ് ഇടുന്നത് ദുബായിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സൗദിയിൽ വെച്ചിട്ടായിരിക്കും എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഇസ്ലാമിക് രാജ്യത്ത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രമാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുന്നത് തന്നെ ഇപ്പം മൈനോറിറ്റീസ് എന്നുള്ള നിലക്ക് അല്ല, അതിനേക്കാൾ നല്ല രീതിയിൽ അഹ്ലുദ്ദിമ്മ, അതായത് പ്രൊട്ടക്റ്റഡ് പീപ്പിൾ, ഓക്കെ, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകൾ, അതായത് സംരക്ഷിക്കപ്പെട്ട ജനത എന്നുള്ളതാണ് അവരെ വിളിക്കുന്നത്. അങ്ങനെ ആ വാക്കിനെ പോലും പലപ്പോഴും മലയാളത്തിൽ കേൾക്കുമ്പോൾ ദിമ്മികൾ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്നുവെച്ചാൽ ഒന്ന് അറബി വാക്കാണ്. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ, ദിമ്മികളായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത്. ദിമ്മികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ
സംരക്ഷിക്കപ്പെട്ട ആളുകൾ എന്നാണ്. ഈ സെയിം സംരക്ഷിക്കപ്പെട്ട ഇഷ്യൂ ആളുകൾ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അതെ, ഈ സെയിം ഇഷ്യൂ കാഫിർ എന്ന് പറയുമ്പോൾ വരാറുണ്ട്. അത് കാഫിർ, ഓൻ കാഫിറാണെന്ന് പറഞ്ഞത്, കാഫിർ എന്ന് പറഞ്ഞത് അയ്യോ അവിശ്വാസി എന്നാണ് കാഫിറുടെ അർത്ഥം അല്ലേ. അപ്പൊ അല്ലെങ്കിൽ കാഫിർ സത്യം മറച്ചു വെക്കുന്ന ആൾ, മറച്ചു വെക്കുന്ന ആളുകൾ, സത്യത്തെ നിഷേധിക്കുന്ന ആൾ. നിഷേധിക്കുന്ന ആളുകൾ. അപ്പം ആ കാഫിർ എന്ന് പറഞ്ഞാൽ, ഒരാളെ കാഫിർ എന്ന് പറഞ്ഞാൽ ഓൻ ഈ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് അല്ലെങ്കിൽ ഈ നമ്മൾ സത്യത്തെ സത്യമായി കാണുന്ന ഒരു കാര്യത്തെ അതിനെ മറച്ചു വെക്കുന്നു. മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാവുന്ന സത്യമായിട്ട് ആ സത്യം മുന്നിൽ ഉണ്ടായിരിക്കെ തന്നെ ആ വ്യക്തി അത് കാണാൻ ശ്രമിക്കുന്നില്ല, അതിനോട് കണ്ണടക്കുന്നു, മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ ഈ വേർഡ്സ് ഇങ്ങനെ വെച്ചിട്ട് ദിമ്മി എന്ന് പറഞ്ഞാൽ ഇവര് ഒരു ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ അതേപോലത്തെ വേർഡാണ് ജിഹാദി. ജിഹാദി എന്ന് പറഞ്ഞാൽ ധർമ്മസമരം ചെയ്യുന്നയാളെന്നാണ് അർത്ഥം. അതിനെങ്ങനെയൊക്കെയാണ് ഇപ്പൊ അതിന്റെ സിമ്പിൾ ആൻഡ് സിംഗിൾ മീനിങ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരം എന്താണ്, പോക യുദ്ധം ചെയ്യാന്നുള്ളതാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതായത് സത്യം നിലനിൽക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ, സത്യം നടപ്പിലാകാൻ വേണ്ടി നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും അടിസ്ഥാനപരമായിട്ട് വരുന്ന ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് ചെയ്യുന്ന ജിഹാദാണ്, അഥവാ നഫ്സാണ്. അഥവാ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ സ്വന്തത്തിനെ എനിക്ക് ശരിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തത്തിൻ്റെ ഇച്ഛകളെ അടക്കി വെച്ച് പടച്ചോൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ജിഹാദ് ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ഓരോ വഴിയിലും ഓരോ മാർഗത്തിലും വരും. ഇപ്പോൾ പോരാട്ടം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ അത്തരത്തിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞൊരു ഭാഗം തന്നെയാണ്. യുദ്ധം ചെയ്യലെല്ലാം മോശമാണോ, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം മോശമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് എത്രയോ തവണ യുദ്ധം ചെയ്ത പാസിലേക്ക് നോക്കുമ്പോൾ യുദ്ധം കൊണ്ട് പല കാര്യങ്ങളും എന്താ പറയുക ശരിയായിട്ട് പിടിച്ചു നിന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അത്തരം ഒരു സമയത്ത്, അത്തരം ഒരു മാർഗത്തിൽ, അത്തരം ഒരു വേളയിൽ ഒരു ആർമി ഓഫീസർ പോയിട്ട് യുദ്ധം ചെയ്യുന്നതിന് നമ്മൾ തെറ്റായിട്ട് കാണുമോ, അല്ലെങ്കിൽ അതിന് മോശമായിട്ട് കാണുമോ? ഇല്ല. ശരിക്ക് വേണ്ടിയാണെങ്കിൽ ആ യുദ്ധം നല്ലതാണെന്ന് നമ്മൾ പറയും. അത്ര എവിടെയും പറയുന്നുള്ളൂ. ദൈവമാർഗത്തിൽ ശരിക്കും സത്യത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ ദൈവമാർഗത്തിലുള്ള പല പോരാട്ടങ്ങളിലൊന്നാണ്, ജിഹാദിൻ്റെ പല രൂപങ്ങളിലൊന്ന് മാത്രമാണത്. പക്ഷെ എന്ത് ചെയ്യുന്നു, ആ സിമ്പിൾ വേർഡിനെടുത്തിട്ട് അത് അപരവിദ്വേഷത്തിന് വേണ്ടി മാത്രമോ, അല്ലെങ്കിൽ മറ്റു മതസ്ഥരോടെന്തോ ഒരു പോരാടാനോ, അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് പ്രവർത്തിക്കാനോ ഉള്ളൊരു ആഹ്വാനമായിട്ടോ, ഒരു വാക്കായിട്ടോ, ഒരു അർത്ഥമായിട്ടോ, ഒരു ആശയമായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വേർഡ്സ് നമ്മൾ ദിമ്മി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറയുമ്പോൾ, ഇതിലൊരു ഉദാഹരണമാണ് ദിമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ എന്നാണ്. അപ്പം ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ നേതാവ്, മുസ്ലിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഈ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് രാജ്യത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മൈനോറിറ്റീസ് ഉണ്ട്. സോ ഈ മൈനോറിറ്റീസിനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൻ്റെ മണം പോലും, പിന്നെ ഗന്ധം പോലും ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയേറെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സമൂഹം എന്നുള്ള ആൾക്കാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഈ പറയുന്ന ദിമ്മികളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കോമൺലി പറയുന്ന മൈനോറിറ്റീസ് എന്ന് പറയുന്ന ആളുകളെ കാണുന്നത് ആ രീതിയിലാണ്. ഇതാണ് പ്രമാണം ഒരു വശത്ത് വരുന്നത്. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ട്. പൊളിറ്റിക്കലി ബാക്ക്ഡ് ആണ്. അത് തെറ്റാണെന്ന് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തോ അഭിനയിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ പ്രമാണം കൊണ്ടാണ് പറയുന്നത്. പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും ആ സംഗതി നടക്കൂല. ഓക്കെ, അത് ഇസ്ലാമിക രാജ്യം, എല്ലാ കാര്യങ്ങളൊക്കെ ഇനി ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യമാണെന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ പ്രമാണം വെച്ചിട്ട് ആ കാര്യം തെറ്റാണ്. അതായത് ഇപ്പോൾ ഇസ്ലാമിക രാജ്യമായ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ പ്രമാണ വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രമാണത്തിനൊപ്പമാണ്, അല്ലെങ്കിൽ പ്രമാണമാണ് ഇസ്ലാം, ആ രാജ്യമല്ല ഇസ്ലാം, ആ മനുഷ്യരല്ല ഇസ്ലാം. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് മനുഷ്യരെ വിട്ടേച്ച് പോകുന്നതല്ല, തറക്തു ഫീക്കും അമ്രൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ച് പോകുന്നു. ഖുർആനും സുന്നത്തുമാണ് പ്രവാചകൻ എടുത്ത് പറഞ്ഞത്. അഥവാ സുന്നത്ത് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ചര്യ, ഖുർആൻ എന്ന് പറയുന്ന ദൈവത്തിൽ നിന്ന് വന്ന വേദഗ്രന്ഥം. ഇത് രണ്ടുമാണ് മതത്തിൻ്റെ പ്രമാണം, അടിസ്ഥാന പ്രമാണങ്ങൾ 2ആണ്. ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മറ്റു 2 പ്രമാണങ്ങളാണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. അതേപോലെ തന്നെ ഖിയാസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, പുതിയൊരു വിഷയം വരുമ്പോൾ അതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഫത്വകൾ. അത് 4മാണ് പ്രമാണം. അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ പ്രവാചകചര്യയും ഖുർആനുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണം. ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ പ്രമാണത്തിനെതിരായി പ്രവർത്തിക്കുന്നു, അപ്പോൾ ഇസ്ലാമാണ് തെറ്റുകാരൻ, അത് ആ മനുഷ്യനാണ് തെറ്റുകാരൻ? ലളിതമല്ലേ, ആ മനുഷ്യനല്ലേ. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ മറ്റുള്ള മനുഷ്യരെ എന്താ പറയുക ദ്രോഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർ വ്യഭിചരിക്കുന്നത്, അല്ലെങ്കിൽ അവർ മദ്യപിക്കുന്നത്, അവർ മോഷണം നടത്തുന്നത്, ഇങ്ങനെ മുസ്ലിമായിട്ടുള്ള ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രമാണം അതിനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ, പ്രമാണം അതിനെ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ, ശരിയാണ്, പ്രമാണവും ഇസ്ലാമിനെ എതിർക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കുന്നുണ്ട്. ഇനി ആ വ്യക്തി പ്രമാണം അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ. എന്നാൽ പ്രമാണം എന്താ പറയുന്നത്? നിങ്ങൾ വിഭജിക്കരുത് വളരെ വ്യക്തമായിട്ട് പ്രമാണം പറയുന്നുണ്ട്. മദ്യപിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പ്രമാണം പറയുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു ദേഹത്തിന് പകരമായോ അല്ലെങ്കിൽ സമൂഹത്തിൽ കുഴപ്പമില്ലാതിരിക്കാനോ വേണ്ടിയല്ലാതെ ഒരു ദേഹത്തെ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ ആ വധം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ വധിക്കുന്നത് പോലെയാണെന്ന് പ്രമാണം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു ചോദ്യം വരാം,
നമുക്കങ്ങ് തീരുമാനിച്ചിട്ട് ഓരോരുത്തരെയും ഇവിടെ കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മറ്റൊരു മനുഷ്യനെ കൊന്നതിന് പകരമായിട്ടും നമുക്കങ്ങ് പോയി ബാക്കിയുള്ളവരെ കൊന്നൂടെ? അങ്ങനെ പറ്റൂല. ആ കണ്ടീഷൻ അഥവാ ഒരു 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 മനുഷ്യൻ്റെ ജീവൻ എടുക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് അപ്ലിക്കബിൾ ടു ഗവൺമെൻറ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? വധശിക്ഷ നടപ്പിലാക്കാം. എന്തിനാ വധശിക്ഷ നടപ്പിലാക്കുക? ഒരു മനുഷ്യനെ കൊണ്ട് സമൂഹത്തിൽ വലിയ കുഴപ്പമാണ്, ആ മനുഷ്യൻ ഇല്ലാതായേ തീരൂ. ആ സമയത്ത് എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് വധശിക്ഷ നടപ്പിലാക്കാം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റാരെയോ അന്യായമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്, ആ സമയത്തും ഗവൺമെൻറ്റിന് വധശിക്ഷ നടപ്പിലാക്കാം. അതും ഏതെങ്കിലും പൗരനല്ല. പൗരന് ഒരു നിലക്കും എന്ത് ചെയ്യുന്നില്ല? മറ്റൊരാളെ കൊല്ലാനോ മറ്റുള്ള ഒരു അവകാശം നൽകുന്നില്ല, അതിനുള്ള ഓപ്ഷനേ കൊടുക്കുന്നില്ല. യുദ്ധവേളകളിലല്ലാതെ, യുദ്ധവേളകളിൽ അനുവദനീയമായ വഴിയിൽ മാത്രം, യുദ്ധത്തിൻ്റെ മോഡേൺ നിയമങ്ങളെക്കാൾ എത്തിക്കലായിട്ടുള്ള, അതിനേക്കാൾ എന്താ പറയുക, വ്യക്തമായ മാനദണ്ഡങ്ങളോടുകൂടിയുള്ള ഇസ്ലാമിക മാനദണ്ഡങ്ങളോടെ അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു മനുഷ്യനെ എന്താ പറയുക, മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പാടില്ല, അപഹരിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല. ഇത് പറയുന്ന പ്രമാണം ഒരു സൈഡിൽ, ഇതിനെതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ വേറൊരു സൈഡിൽ. പ്രമാണമാണ് ഇസ്ലാം, മനുഷ്യനല്ല ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിനെ പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണത്തിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നിന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അന്യായം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ബംഗ്ലാദേശിൽ നടന്ന ഈ അന്യായം അത് അവിടെയുള്ള ആളുകൾ പ്രമാണത്തിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ സംഭവിക്കില്ല. ബംഗ്ലാദേശിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തുള്ള ആളുകൾ ഈ പ്രമാണത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ, ഈ ഇസ്ലാമിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള അന്യായങ്ങൾ ലോകത്ത് എവിടെയും നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നാമത്തെ വിഷയം നമ്മളവിടെ ക്ലോസ് ചെയ്യുമ്പം ഈ രീതിയിൽ കാണുന്ന ആളുകൾ എന്തോ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ തക്കയ്യ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്, മുഖം മൂടിയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവർ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകളൊക്കെ ഇവരെ മനസ്സിലുള്ളത്, ആരെയും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് തട്ടിക്കളയാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രമാണങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വിഷയം. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു മാഇദയിലെ 8-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനതയോട് നിങ്ങൾക്ക് വിരോധമുണ്ട് എന്നുള്ളത് കൊണ്ട് അവരോട് അൺജസ്റ്റ് ആയിട്ട്, അതായത് അവരോട് നീതിയില്ലാതെ പെരുമാറാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്നാണ്. നിങ്ങൾക്ക് വിദ്വേഷമുള്ള അവസ്ഥയിൽ പോലും, വിദ്വേഷം ഒരാൾക്കെതിരുണ്ട്, ആ സമയത്ത് പോലും ജസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നീതി കാണിക്കാൻ പാടില്ല, നീതി കാണിക്കണം. നിങ്ങൾ നീതി കാണിക്കണം. വഹുവ പിന്നെ അഖ്റബുൽ തഖ്വ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ നീതിപൂർവ്വം വർത്തിക്കുക എന്നുള്ളതാണ്. മൈനോറിറ്റീസിൻ്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ, അല്ലെങ്കിൽ ഹദീസുകളല്ല, അത് നടന്ന സംഭവങ്ങളുണ്ട്. അതിനുശേഷം എത്ര ഇസ്ലാമിക് കാലിഫേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അവിടെയൊക്കെ മൈനോറിറ്റീസ് എത്ര ഉണ്ടായിട്ടുണ്ട്, അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ടുള്ള വിഷയത്തെ എന്ത് ചെയ്യുക, പിന്നെ അതാണ് യഥാർത്ഥത്തിൽ ഫണ്ടമെന്റൽ ഇസ്ലാം എന്ന് പറയാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു മോബ് മെന്റാലിറ്റിന്റെ പ്രശ്നം ഉണ്ടാവും, അത് ഏത് സ്ഥലത്തും ഉണ്ടാവും. ആ മോബ് മെന്റാലിറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നതിനർത്ഥം, ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ണൂർ ജില്ലയും പാലക്കാട് ജില്ലയും ആലപ്പുഴ ജില്ലയൊക്കെ അതിന്, തിരുവനന്തപുരം ജില്ലയൊക്കെ അതിന് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ആ ഒരു കൊലപാതകം നടക്കുന്നു എന്നുള്ളത് കൊണ്ട്, അത്തരത്തിൽ ഒരു കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജി അത് ഇറ്റ്സെൽഫ് എന്താ പറയുക, അക്രമോത്സുകമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വഴക്കുണ്ടായി, ആ വഴക്കിൽ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു എങ്കിൽ ആ ഗ്രൂപ്പ് ഫോം ചെയ്ത ബേസിക് ഐഡിയോളജി വയലൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതൊരു മോബ് മെൻറ്റാലിറ്റിയാണ്. അഥവാ മനുഷ്യർ ഇറ്റ്സെൽഫ് ചില കൂട്ടങ്ങളിലേക്ക് ഒതുങ്ങാനും, ഈ കൂട്ടങ്ങളില്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് ഒരു പുതിയ കൂട്ടം ഉണ്ടാക്കാനും, എന്നിട്ട് ആ കൂട്ടത്തിന് വേണ്ടി എന്താ പറയുക, പല കാര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാനും താല്പര്യപ്പെടുന്ന ആളുകളാണ്. ആ നിലകൊള്ളലുകൾ എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾക്കും സിറ്റുവേഷനുകൾക്കും എന്ത് ചെയ്യും, അതിൻ്റെ തീവ്രത മാറും, തീവ്രത കൂടെ കുറേയൊക്കെ ചെയ്യും. അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും പല വയലൻസ് എന്ത് ഉണ്ടാവും, മനുഷ്യരിൽ പല രീതിയിലും കാണാൻ കഴിയും. ഒന്നാമത്തെ ഈ മോബ് മെന്റാലിറ്റി എന്നുള്ളത്. രണ്ടാമത്തെ, ഇപ്പോൾ നമ്മൾ ഇപ്പം രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന പല രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെയും ബേസിക് ഐഡിയോളജി വയലൻസ് ആണ്, നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഐഡിയോളജിക്ക് അതിനേക്കാൾ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ, ഇനി ചെയ്യാൻ പാടില്ല. ഈ ഐഡിയോളജി ബ്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്റ്റെപ്പിലെ പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഐഡിയോളജി അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് എതിർത്തിട്ടുണ്ടോ എന്നുള്ള വിഷയം ഉണ്ടല്ലോ. അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നതോ അവരെ ഇതിന് പ്രത്യേകം കൊണ്ടുപോകുന്നതായിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ ഐഡിയോളജി അവരതിന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഈ പ്രവർത്തനം ചെയ്യാതിരിക്കാൻ ഐഡിയോളജി പ്രത്യേകം പറയുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം
ഐഡിയോളജിയെ വിലയിരുത്തണം, അല്ലെങ്കിൽ ആശയത്തെ വിലയിരുത്തേണ്ടത്. ആ രീതിയിൽ നമ്മൾ കാണണം പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയത്തെ എന്ത് ചെയ്യുക, അതിനെ പ്രാമാണികമെന്ന് വ്യാഖ്യാനിച്ച് അതാണ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഫണ്ടമെന്റൽ, നിങ്ങൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സാധാരണ പറയുന്നതുകൊണ്ടാണ്. ഫണ്ടമെന്റൽ കോട്ട് ആൻഡ് കോട്ട് ഫണ്ടമെന്റൽ ഇസ്ലാം, പ്രാമാണികമായിട്ട് ഇസ്ലാമിനെ നോക്കിക്കാണുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രമാണത്തിൽ എന്താണ് അതിനെപ്പറ്റി പറയുന്നത് എന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആൾക്കാരോട് പറയുന്നത്. അല്ലാതെ ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ, പിന്നെ ആൾക്കൂട്ടാക്രമങ്ങൾ, അത് ഏത് മതത്തിൻ്റെ ആളുകൾ ആരോട് ചെയ്തു കഴിഞ്ഞാലും അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തറപ്പിച്ച് പറയാൻ പറ്റുന്നത് ആ പ്രമാണം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇനി ഇതൊരു വശത്ത് നിൽക്കുകയാണ്. രണ്ടാമത്തൊരു കൂട്ടരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിബറലുകളായിട്ടുള്ള ആളുകൾ. അവർ പലപ്പോഴും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എക്സിസ്റ്റൻസിൻ്റെ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ജീവിക്കാനുള്ള അർഹത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഒരുമിച്ച് നിന്ന് പോരാടും. അതൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാവരും മിങ്കിളായിട്ടാണ് അവരുമായിട്ട് നമ്മൾ പലപ്പോഴും മിങ്കിളായിട്ടുണ്ടാവുക. അപ്പോൾ അവർ ആ സമയത്ത് പല സമരങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ ഇഷ്യൂസ് വരുമ്പം, അല്ലെങ്കിൽ അത് കാതലായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ വരും, ചില പർട്ടിക്കുലർ ഇഷ്യൂ വരുമ്പോൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസ് തന്നെ ഒരുപാടധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് LGBTQIA+ എന്നുള്ളത്. അപ്പോൾ LGBTQIA+ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ക്വീർ ഈ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിഷയത്തോട് യോജിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം നിങ്ങൾ കുറച്ച് എക്സ്ട്രീമാണ്. ആ വിഷയത്തിൽ നിങ്ങൾ എന്താണ് എക്സ്ട്രീമാണ്. നിങ്ങൾ എക്സ്ട്രീം എന്നുള്ളതിനേക്കാൾ ഞങ്ങളുടെ നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വെക്കുന്ന ഒരു ലൈൻ ഉണ്ട്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ നിലപാടുള്ളത്. സോ ഞങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തീവ്രമായിട്ട് അതിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും കമൻറ്റുകൾ കാണാറുള്ളത് ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പക്ഷേ കമൻറ്റുകൾ കാണാനെന്ന് വെച്ചാൽ നിങ്ങളെന്താണ് പിന്നെ നിങ്ങളും ഈ സംഖ്യകളും തമ്മിൽ എന്താ വ്യത്യാസം? കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നു. അതായത് LGBTQIA+ കമ്മ്യൂണിറ്റിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ആളുകൾക്കെതിരെ, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നമ്മൾ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നു എന്നുള്ള നിലക്കാണ് പലപ്പോഴും ഈ ആളുകൾ പറയാറുള്ളത്. അതായത് സംഖ്യകൾ എന്താണ് മുസ്ലിങ്ങൾക്ക് നേരെ ചെയ്യുന്നത് അതാണല്ലോ നിങ്ങളിപ്പോൾ ഈ രീതിയിലുള്ള ഒരു പിന്നെ ഒരു കാര്യം പറയുന്നത് പെർസെപ്ഷൻ ഇവരിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ നമ്മൾ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ പ്രമാണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ പറയുന്നത് LGBTQ LGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയാണ്. ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറഞ്ഞ എന്താണ് ഖുർആനിൽ പറഞ്ഞത്? അത് ഏറ്റവും വലിയ തിന്മ എന്നുള്ളതാണ്, ഏറ്റവും പിന്നെ ഒരു അശ്ലീലം എന്നുള്ള ആൾക്കാണ് പറഞ്ഞത്. അപ്പോൾ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാമാണികമായി ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ചെയ്യില്ല, സ്വീകരിക്കാൻ പറ്റില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി നമ്മൾ പറയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ആദിന നൂറ 2 കുട്ടികൾ, അവർ പിന്നെ ഈ പറഞ്ഞതുപോലെ ഹോമോസെക്ഷലായിട്ട് ലെസ്ബിയൻ കപ്പിൾസായിട്ട്. അപ്പോൾ അവർ ഇപ്പം നമ്മൾ പിന്നെ കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് നമ്മൾ ഇവരെ കാണാൻ അപ്പം ഇവർ വിചാരിക്കുന്നത് നമ്മൾ കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് ഇവരെ കണ്ടു കഴിഞ്ഞാൽ പോയി കൊന്നു കളയും, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന ആശയപരമായി നമ്മൾക്ക് അവരോട് വിയോജിപ്പുണ്ട്. ആ ആശയം അംഗീകരിക്കുന്ന ആളുകളോട് നമുക്ക് വിയോജിപ്പുണ്ട്. ആശയത്തോട് മാത്രമല്ല, ആശയം അംഗീകരിച്ച് ജീവിക്കുന്ന അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അതേസമയം അതിനർത്ഥം എന്നാൽ പിന്നെ നാളെ അവരെ പോയി കുത്തി കൊല്ലുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാനോ ആക്രമിക്കാനോ, അതാണ് ഇവരുടെ പെർസെപ്ഷൻ, അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പുണ്ടാവുക എന്നുള്ളതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു ഇമ്മോറൽ ആക്ടിവിറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു തിന്മയാണ്, ഇത്തരത്തിൽ ലൈംഗികമായിട്ടോ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വർഗ്ഗ അനുരാഗം എന്നുള്ള തിന്മയാണ്. ഇസ്ലാം ഓരോ വിഷയങ്ങളിലും ധാർമ്മിക മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ ധാർമ്മിക മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു തിന്മയാണെന്ത് ലൈംഗിക വിഷയത്തിൽ ഈ കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് വേറെ വിഷയങ്ങളിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ മദ്യപിക്കുന്നു, ആ മദ്യപിക്കുന്ന മനുഷ്യൻ എന്താ പറയുക, മദ്യപിക്കരുത്, മദ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. മദ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഫുഡ് ഇൻടേക്കിൻ്റെ വിഷയത്തിൽ, പാനീയങ്ങൾ നമ്മൾ കുടിക്കുന്ന ഉപയോഗിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്ത് പോയ വിഷയമാണ് മദ്യം. ഇസ്ലാം വിലക്കിയ വിഷയമാണ്. അപ്പോൾ ആ ഒരു വിലക്ക് അല്ലെങ്കിൽ അധാർമിക പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യൻ നമ്മൾ എതിർക്കുന്നു. മദ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറയുന്നു, മദ്യത്തിൻ്റെ സാമൂഹികത്തിനെ പറ്റി പറയുന്നു, മദ്യത്തിന് ഒരു മനുഷ്യനെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്നു, ദാമ്പത്യത്തിലും സാമൂഹിക ജീവിതത്തിലും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥയിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ പറയുന്നു. ഇത് പറയുന്നതിനർത്ഥം ആ മദ്യപിക്കുന്ന മനുഷ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാളെ കൊല്ലുന്നാണോ? അതായത് മദ്യപിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ മദ്യപാനിയെ കൊല്ലണം എന്ന് പറയുന്നത്, എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ ലോജിക്കൽ ഫാലസിയാണ് അവിടെ ഉപയോഗിക്കുന്നതാണ്. അവിടെ നമ്മൾ എതിർക്കുന്നതിനാണ് ആ അധാർമികമായ പ്രവർത്തനത്തെയാണ്. എങ്ങനെ എതിർക്കുന്നത്? അധാർമികമായ പ്രവർത്തനത്തെ എങ്ങനെ എതിർക്കുന്നത്? വായ മൂടിക്കെട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതിട്ടോ? അല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോഴത്തെ ഒരു ലെറ്റ്സ് ടോക്കിൽ ഈ വിഷയം പറഞ്ഞു വന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് ഇത് എഴുതി പഠിപ്പിച്ചു കൊടുത്തു. ഒപ്പം ഓരോ വാദങ്ങൾ പറഞ്ഞു. ഇത് ശരിയാണെന്ന് പറയുന്നത് ഇത് കാരണം ജെനറ്റിക്സ് ഇല്ലേ, കാരണമല്ലേ, വേറെ ജീവികളിൽ കാണുന്നില്ലേ, അവരുടെ ഇഷ്ടമല്ലേ, അവർക്ക് ഇങ്ങനെ ഓരോ കാരണങ്ങൾ. ഇതാണല്ലോ പല കാരണങ്ങളായിട്ട് പറയുന്നത്. അവരങ്ങനെയല്ലേ ജനിച്ചത്, ചില ആൾക്കാർ അങ്ങനെ പറയും. ചില ആൾക്കാർ പറയും പ്രകൃതിയിൽ വേറെ ജീവികളിലൊന്നും ഉണ്ടല്ലോ. വേറെ ആൾക്കാർ പറയും ഇത് എന്താ പറയുക, അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, ഇത് മാറ്റാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ പല 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 കാരണങ്ങൾ പറയാണ്. അപ്പോൾ ഈ പല പല കാരണങ്ങൾ പറയുന്ന ഓരോ കാരണങ്ങൾ എടുത്ത് പരിശോധിക്കാം. ഈ കാരണം സ്വീകരിച്ചത് എന്താ പ്രശ്നം?
ഈ കാരണം കൊണ്ട് നിങ്ങൾ LGBT അല്ലെങ്കിൽ LGB അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ സ്വവർഗാനുരാഗത്തെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന വേറെ പ്രശ്നം എന്താണ്? നിങ്ങൾ ചെറിയൊരു എന്താ പറയുക ഓപ്ഷൻ എടുക്കുമ്പോഴേക്ക് അവിടെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഈ കാരണം പറഞ്ഞുകൊണ്ട് ലോജിക്കലായി, യുക്തിപരമായി, വൈകാരികമായി പറയുന്ന കാരണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരുത്തുന്നത്. അതായത് ആരാണ് ഇവിടെ അവരെ ആക്രമിക്കാൻ പോയത്, അവരെ ദ്രോഹിക്കാൻ പോയത്? അങ്ങനെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ ഒരുമിച്ച് പറയുക തെറ്റാണെന്നുള്ളത്. ഇപ്പോൾ ഒരു മദ്യപാനിയെ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകളെല്ലാം ഇവിടെ ഒരു മനുഷ്യന്മാർ അടിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുകയാണ്, അവരെ കൊല്ലുകയാണെങ്കിൽ മദ്യപാനം തെറ്റാണെന്ന് പറയുന്നത് നമ്മളുണ്ടാവും അയാളെ കൊല്ലരുതെന്ന് പറയാൻ. ഇത് രണ്ടാണ്. ഇത് നടന്നു കഴിഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പം പലപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നൊരു ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ പല രീതിയിൽ വൃത്തികേടുകൾ വിളിക്കാനും പറയുന്നത് നമ്മളതിനെ എതിർക്കുന്നു. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മൾ ഓൺ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓൺ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള ആളുകളെ വൃത്തികേടുകൾ വിളിക്കുന്നതിനും ചില പ്രത്യേക പദങ്ങൾ യൂസ് ചെയ്യുന്നതിനും നമ്മൾ അനുകൂലമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശയം സംസാരിക്കുന്നു, നമ്മളുടെ ആശയത്തിൽ എന്തും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പരിഹരിക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ആക്ച്വലി ഇവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നതാണ്, ഇങ്ങനെ ഒരാൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി ട്രാൻസ്ജെൻഡർ വിഷയമാണെങ്കിൽ അതും, ഒരാൾ അത്തരത്തിൽ ട്രാൻസിഷനൊക്കെ നടത്തി അല്ലെങ്കിൽ റീഅസൈൻമെൻറ്റ് സർജറി ഒക്കെ നടത്തി വേറെ ജെൻഡറാകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണെങ്കിലും, ഇനി ഹോമോസെക്ഷലായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതാണെങ്കിലും, ഇത് ഈ വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കും. അപ്പം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഒരു വെൽ വിഷേഴ്സ് കൂടിയാണ്. അഥവാ ഈ മനുഷ്യർ ഇത്തരത്തിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഈ പ്രയാസത്തിലേക്ക് എത്തിക്കും. ഇനി നിങ്ങൾ ഈ വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്. നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പ്രയാസകരമാക്കുന്നതാണ് LGBTQ അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സ് എന്ന പരിഹാരങ്ങൾ. മറ്റ് പരിഹാരങ്ങളോ അല്ലെങ്കിൽ ആ ജെൻഡർ പൊളിറ്റിക്സ് അടച്ചു വെക്കുന്ന പരിഹാരങ്ങളോ, അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിനേക്കാൾ സുഖകരമായിട്ടുള്ള മറ്റു പല പരിഹാര മാർഗങ്ങളും അടച്ചു വെക്കുന്നു. ആ അടച്ചു വെക്കുന്ന പരിഹാര മാർഗങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിൽ ഇതിനേക്കാൾ സുഖകരമായിട്ടുള്ള പര്യവസാനങ്ങളുണ്ട്. അപ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ടി കൂടി അവർക്ക് കുടുംബം ഉണ്ടാവാൻ, അവർക്ക് വ്യക്തിപരമായും മാനസികമായും ഉള്ള സ്വൈര ജീവിതത്തിന് ഇത്തരത്തിൽ പല കാര്യങ്ങൾക്കും ജെൻഡർ പൊളിറ്റിക്സ് കൊടുക്കുന്ന പരിഹാരങ്ങളല്ല ചേർന്നത് എന്നുകൂടിയാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരെ നമുക്ക് മനസ്സിലായി. ഒരു ടീം പറഞ്ഞത് പിന്നെ എന്താണ് മുസ്ലിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫണ്ടമെന്റലിസത്തിലേക്ക് വരികയാണ് വേണ്ടത്. ആക്ച്വലി അവർ പറയുന്ന സോ കോൾഡ് ഫണ്ടമെന്റലിസത്തിലേക്ക് വരികയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ബിൻ ലാദൻ തന്നെ പറയുന്നുണ്ട്, ബിൻ ലാദനോട് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ എന്താ പറയുക കുട്ടികളും സ്ത്രീകളൊന്നും കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നുണ്ടല്ലോ, പ്രമാണം പറയുന്നുണ്ടല്ലോ. അത് ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയുക അത് നമ്മൾ ഈ സമയത്ത് മാറ്റിവെച്ച് ഇത് ശരിയായി തോന്നുന്നില്ല, ഈ ഒരു സാഹചര്യത്തെ ശരിയായി തോന്നുന്നില്ല. ആലോചിക്കുക, ആ ബിൻ ലാദനെങ്ങാനും ആ പ്രമാണം ഖുർആനും ഹദീസും സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? അപ്പോൾ ആ ഖുർആനും ഹദീസും സ്വീകരിക്കണം എന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ആ കിതാബാണ് എല്ലാത്തിനും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നിരോധിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇത് രണ്ടും ഒരു വശത്ത് കിടക്കാൻ. ഇനി മൂന്നാമത്തെ ഒരാൾക്കാരുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്, ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പാട്രിയാർക്കി നോക്കൂ. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ഇസ്ലാം പാട്രിയാർക്കിയലായിട്ടുള്ളൊരു മതമാണ്. അതായത് പുരുഷാധിപത്യത്തിൻ്റെ ഒരു മതമാണ്. ഇവിടെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള റോളുകളുമില്ല, അല്ലെങ്കിൽ റോളുകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഒരു ഡൗൺ റോഡൻ റോളുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന പിന്നെന്താണ് പുരുഷന്മാർക്കുടെ ആധിപത്യം എന്ന് പറയുമ്പം അത് ഇസ്ലാം പാട്രിയാർക്കി അംഗീകരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുക. ഇത് ഇസ്ലാം പാട്രിയാർക്കി അംഗീകരിക്കുമോ? അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെച്ചാൽ ഇത് താർക്കികമായിട്ട് ഇതിനൊക്കെ കാണുമ്പോൾ ഇപ്പം തർക്കിക്കാൻ വേണ്ടി നമുക്ക് പലതും പറയാം. പക്ഷേ എന്താണ് ഡിഫൈൻ പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാം? ഒരു പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് അതിന് എന്ത് പറയാം, പുരുഷൻ ലീഡ് ചെയ്യുന്ന സിസ്റ്റം, ആ രീതിയിൽ പറയാം. അത് പുരുഷൻ ലീഡ് ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ലീഡർ ആരാണ്? പുരുഷനാണ്. അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് പുരുഷനാണ്. പിന്നെ പുരുഷൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, ലീഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അവൻ ചെയ്തിരിക്കണം. ഇതാണ് ഒരു തരത്തിൽ പാട്രിയാർക്കി എന്ന് പറയുന്നത്. വേറൊരു തരത്തിൽ പാട്രിയാർക്കി എന്നുള്ളത് ഇന്ന് നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പാട്രിയാർക്കി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ സ്ത്രീകളെ ദ്രോഹിക്കുന്ന ഒരു പാട്രിയാർക്കി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുകളിൽ എന്തോ എക്സ്ട്രാ അധികാരങ്ങളുള്ളൊരു മനുഷ്യനാണ് ഞാൻ എന്ന് ധരിച്ച് ചില പുരുഷന്മാർ പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. അതിനെയും പാട്രിയാർക്കി എന്നാണ് വിളിക്കുന്നത്. ടെക്നിക്കലി പുരുഷൻ ലീഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ നമ്മൾ പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയും. അതേപോലെ തന്നെ സ്ത്രീ ലീഡ് ചെയ്യുന്ന സിസ്റ്റം മാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയും ടെക്നിക്കലി. എന്നാൽ പ്രാക്ടിക്കലി നമ്മളുടെ സൊസൈറ്റിയൽ ഡെഫിനിഷനിൽ എന്താ വരുന്നത്? പുരുഷൻ സ്ത്രീക്ക് മുകളിൽ പ്രത്യേക അധികാരം സ്ഥാപിച്ച് സ്ത്രീക്ക് ആ സ്ത്രീയുടെ പടച്ചവൻ അനുഭവിച്ചു കൊടുത്ത, ആ സ്ത്രീയുടെ പടച്ചവൻ ഇവിടെ അവർക്ക് കൊടുത്ത ആ സംവിധാനങ്ങൾ, ആ അവകാശങ്ങൾ, അതുപോലും ആ സ്ത്രീയുടെ മുകളിൽ അത്തരത്തിലൊരു ഉടമസ്ഥാവകാശവും പടച്ചവൻ ആ തരത്തിൽ കൊടുക്കാത്ത ഒരു പുരുഷൻ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങളാണ്
നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നത് പാട്രിയാർക്കിയായിട്ട് വായിക്കുന്നത്. അപ്പം അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇസ്ലാം പാട്രിയാർക്കിയലാണ് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ നമ്മളിപ്പോൾ പറഞ്ഞൊരു പാട്രിയാർക്കി ഉണ്ടല്ലോ ഒരു ലീഡ് ചെയ്യണം എന്ന് പറയുന്നത്, അപ്പം അതിനെ വെച്ചിട്ട് നമ്മൾ ഇതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനെയാണ് ചിന്തിക്കുക. അതായത് ഇവർ പറയുന്ന കാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു പാട്രിയാർക്കി ഉണ്ടല്ലോ അത് പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു ഇത് കൊടുക്കാത്ത, അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവർ ആ രീതിയിലൊന്നും ചെയ്യേണ്ടത്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കണം വെച്ചാൽ പ്രമാണം എന്താ പറയുന്നത് നോക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമാണം എന്താണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് വീട്ടുജോലി സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു മതമാണല്ലോ ഇസ്ലാം. സ്ത്രീക്ക് ഇസ്ലാം മതം അങ്ങനൊന്നും കൊടുത്തിട്ടില്ല. നമ്മളെ കൾച്ചർ എന്താ പറയുക സ്വീകരിച്ചു പോകുന്ന പിന്തുടർന്നു പോകുന്ന ഒരുപാട് ആചാരങ്ങളിലൊന്നും മാത്രമാണ്. അതിൽ വേറൊരു കാര്യം പറയാം, ചിലപ്പോൾ പുരുഷന്മാർക്ക് ചിലപ്പോൾ ഹേർട്ടാവും. അതായത് സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടുജോലിക്കുള്ള ഒരു ജോലിക്കാരി അവർക്ക് ആവശ്യപ്പെടാം. ഒന്ന്. രണ്ട്, അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റസൂലിനോട് മോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന്. രണ്ടാമത് ആവശ്യപ്പെടാന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ കഴിയുമെങ്കിൽ കൊടുക്കണം. കഴിയില്ലെങ്കിൽ അവിടെ ആ വിഷയം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മറ്റേ അവിടെ ആ കമ്മ്യൂണിക്കേഷനെ ഗൗരവമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അവഗണിക്കാനുള്ള അവകാശമല്ല ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇനി വേണമെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്ത്രീക്ക് അവൾ ചെയ്യുന്ന വീട്ടുജോലിക്ക് ശമ്പളം ആവശ്യപ്പെടാം. പുരുഷനോട് ശമ്പളം ആവശ്യപ്പെടാം. അതും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷന് കൊടുക്കാൻ സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. പക്ഷെ കഴിവില്ലെങ്കിൽ എന്താ പറയാ കടം വാങ്ങി എന്താ പറയാ ആ പ്രശ്നം സോൾവ് ചെയ്യണം. ഇത് രണ്ടും മനസ്സിലാക്കണ്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രവാചകനോട് മകൾ ചോദിച്ചിട്ടെന്ന് പറയുമ്പോൾ പ്രവാചകൻ മകൾക്ക് വന്ന് മറുപടി പറഞ്ഞാൽ എന്താ പറയാ മദീനയിൽ പള്ളികളുടെ തിണ്ണയിൽ പോലും വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത ഒരുപാട് സഹായിമാരുണ്ട്. അഹ്ലുസുഫ എന്ന് പറയും, ഹിജറ കഴിഞ്ഞ് വന്ന ആളുകളാണ്. അപ്പോൾ അവരങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഫാത്തിമ ഞാൻ നിനക്കൊരു ജോലിക്കാരനെ വെച്ച് തരാന്നാണ്. അതിലൊരു വലിയൊരു സംഗതി ഉണ്ട്. അതായത് ഒരു പാട്രിയാർക്കി പറഞ്ഞ് ഒരു മാട്രിയാർക്കിയിലേക്കല്ല എത്തിക്കുന്നത്. ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് ആണ്. അതായത് സ്ത്രീക്ക് ഇവിടെ അവകാശപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ സ്ത്രീ അവകാശപ്പെട്ടാൽ അല്ലെങ്കിൽ സ്ത്രീ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അനാവശ്യമായി അവകാശപ്പെടാനുള്ള ഒരു പോയിന്റ് മാത്രമല്ല അവിടെ എന്താണോ ജസ്റ്റ് ആ ജസ്റ്റിലേക്കാണ് എത്തുന്നത്. അവിടെ പുരുഷന് ഭയങ്കര അവകാശം, സ്ത്രീ എന്തു വന്നാലും ആ തരത്തിൽ പുരുഷൻ ആ തരത്തിൽ വിധേയപ്പെട്ടോളണം, സ്ത്രീന്റെ അവകാശങ്ങൾ പരിഗണിക്കുന്നില്ല. അങ്ങനെ സ്ത്രീക്ക് എല്ലാ അവകാശവും അങ്ങനെയല്ല, അതിന് മിഡിലാണ്. സ്ത്രീക്ക് ആവശ്യപ്പെട്ട് പുരുഷനത് കഴിയുമെങ്കിൽ പുരുഷൻ ചെയ്തു കൊടുത്തുകൊള്ളണം. ഈ പുരുഷനത് കഴിയില്ലെങ്കിലോ സ്ത്രീനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ വിഷയം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കൺവിൻസ് ചെയ്യണം. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കൾച്ചറൽ മിക്സിംഗ് ഉണ്ട്. ഓക്കെ, പലവിധ സമൂഹങ്ങളുണ്ട്, സമുദായങ്ങളുണ്ട്. നമ്മളിവിടെ വന്നത് തന്നെ ഒരുപാട് ആൾക്കാർ കൺവേർട്ടുകളൊക്കെ ആയിട്ടുണ്ടാവും, ഹിന്ദുവിൽ നിന്ന് മുസ്ലിം. അപ്പം ഒരു വലിയൊരു കൾച്ചറൽ മിക്സിംഗ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ കൾച്ചറൽ മിക്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പല മാമൂലികൾ മാമൂലികൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ കുടുംബങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കണ്ടിട്ടാണ് ചില യങ് ആയിട്ടുള്ള ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, പല ആൾക്കാരും പല പെൺകുട്ടികളും വിചാരിക്കുന്നത് ഇതാണ് ഇസ്ലാം എന്നുള്ളതാണ്. അതായത് ഞാനിങ്ങനെ അത് അവരെ സംബന്ധിച്ച് അവർക്ക് പാരമ്പര്യമായി കൈമാറിപ്പോരുന്നത് ഒന്ന് ഇവിടുത്തെ സിസ്റ്റം ഉണ്ട്, രണ്ട് മതമുണ്ട്. ഇത് രണ്ടും മിക്സ്ഡ് ആണ്. മതവും വരുന്നുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്, ഇവിടുത്തെ സിസ്റ്റം വരുന്നുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇതിൽ ഏതാണ് മതം ഏതാണ് കൾച്ചർ എന്ന് വ്യക്തമായിട്ട് വ്യതിരിക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഇസ്ലാം എല്ലാ കൾച്ചറിനും എതിർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഹിയാലിട്ടിരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ അറേബ്യയിലെ പ്രവാചകൻ ധരിച്ച വസ്ത്രമല്ല. ഇവിടുത്തെ വസ്ത്രം നമുക്ക് ധരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ സൊസൈറ്റിയുടെ വസ്ത്രം ധരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കല്യാണം നടക്കുന്നത് അറേബ്യയിൽ ഒരു കല്യാണം നടക്കുന്നത് ഇവിടെ കല്യാണം നടക്കുന്ന ഒരേപോലെ അല്ല, ഇവിടെ ഇവിടുത്തേതായ രീതികളുണ്ട്. ഓക്കെയാണ്, അതൊരു പ്രശ്നമില്ല. ഇസ്ലാം പറയുന്ന മാനദണ്ഡങ്ങൾ ലംഘിക്കാൻ പാടില്ല, അതിരുകൾ കടക്കാൻ പാടില്ല, എന്താ പറയുക ലംഘനങ്ങൾ ചെയ്യാൻ പാടില്ല, നിർബന്ധമായും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും വേണം. ഈ തരത്തിൽ ഇതിനുള്ളിൽ അനുവദനീയമായിട്ടുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ കൾച്ചറുകളൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് പിന്തുടരാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റം ഇസ്ലാം പറയുന്ന മോഡലിന് വിരുദ്ധമാണെങ്കിൽ ആ സിസ്റ്റത്തെ ഒഴിവാക്കണം, മോഡലിനെ സ്വീകരിക്കണം. ഇവിടെ പറഞ്ഞ വീട്ടുജോലി വിഷയം പറഞ്ഞ പോലെ തന്നെ പ്രവാചകൻ എന്താ വീട്ടുജോലി വിഷയം ചെയ്തിരുന്നത്? പ്രവാചകൻ വീട്ടിലുണ്ടോ? പ്രവാചകൻ വീട്ടിൽ എന്തൊക്കെ പണികളാണുള്ളത് അതിനാ വീട്ടുകാരെ കൂടെ കൂടും. അല്ലെ, ആലോചിക്കണം, ഇത് ആരാണ് ഈ ചെയ്യുന്നത്? ആരാണ്? ഒരുപാട് ആ രാജ്യത്തിന്റെ ഭരണാധികാരി സ്വന്തം വീട്ടിൽ ഭാര്യക്ക് ഭരണാധികാരി, മതത്തിന്റെ വിഷയത്തിൽ ആളുകൾ അത്രയും പഠിപ്പിച്ചെടുക്കേണ്ട പ്രവാചകൻ, പിന്നെ ഇത്രയും യുദ്ധങ്ങളും മറ്റൊക്കെ ഡീൽ ചെയ്യേണ്ട സൈനാധിപൻ, ഇതൊക്കെയാണ്. ഈ വേളയിലാണ് എന്ത് ചെയ്യുന്നത്? വീട്ടിൽ അവൈലബിൾ ആണോ അവിടെ ആ സമയത്ത് എന്തൊക്കെ ജോലികളാണുള്ളത് ആ ജോലികളിലൊക്കെ പ്രവാചകൻ ഭാഗമാവും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വീട്ടുജോലി ആരും ഏൽപ്പിച്ചിട്ടില്ല. വീട്ടിൽ ആരാണുള്ളത് അയാളാണ് വീട്ടുജോലി ചെയ്യേണ്ടത്. ഇനി വീട്ടുജോലി നടക്കുന്നില്ല, ചില ഉള്ള ആളുകൾക്ക് പ്രയാസമാണെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വീട്ടുജോലി നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലും അല്ലെങ്കിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലും അതിന് ഫിനാൻഷ്യൽ സാധനങ്ങൾ വേണോ അത് പ്രൊവൈഡ് ചെയ്യുക, വേറെ സംവിധാനങ്ങൾ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യുക, ഈ ഉത്തരവാദിത്തം
പുരുഷനാണുള്ളത്, സ്ത്രീക്കല്ല ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു ഇസ്ലാം, അഥവാ പുരുഷൻ ജോലിക്കാരെ വെച്ച് കൊടുക്കണമെങ്കിൽ, ജോലിക്കാരനെ വെച്ച് കൊടുക്കണമെങ്കിൽ അത് ചെയ്യണം, ഇനി വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഈ പുരുഷനുള്ള ഉത്തരവാദിത്തം നമ്മളെ സൊസൈറ്റിയിൽ, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് സ്ത്രീക്ക് മതത്തിലുള്ളതായിട്ട് വായിക്കപ്പെടുന്നു. അതുകൊണ്ട് സ്ത്രീ പാട്രിയാർക്കൽ, ഏത് പാട്രിയാർക്കൽ, ഈ സൊസൈറ്റിയിൽ ഉള്ള പുരുഷാധിപത്യം എന്ന് പറയുന്ന സ്ത്രീകളെ അടിച്ചമർത്തുന്ന പാട്രിയാർക്കലായിട്ട് വായിക്കപ്പെടുന്നു. അതിൽ ആരാണ് ബ്ലെയിം ചെയ്യേണ്ടത്? അവിടെ വിഷയം ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഒരു ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പാട്രിയാർക്കി എന്ന് പറയുമ്പം അതൊരു ബോക്സാണ്. ആ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വൃത്തികേടുകളുണ്ട്. ഈ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്, ഒരുപക്ഷെ ശരിയില്ലായ്മകൾ ഒരുപാട് അതിലുണ്ട്. അപ്പം ആ പാട്രിയാർക്കി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പാട്രിയാർക്കി, എങ്ങനെ ഡിഫൈൻ ചെയ്യുക? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പാട്രിയാർക്കി ഉണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ ഒരു ഫാമിലി സിസ്റ്റം ഉണ്ട്. ആ ഫാമിലി സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ 3 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള പെർസീവ് ചെയ്യുന്ന തെറ്റിദ്ധാരണകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെയൊക്കെ ഒരൊറ്റ കോമൺ പോയിന്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ ഉള്ള ആ തെറ്റിദ്ധാരണകൾ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി ഒരൊറ്റ സംഗതി ചെയ്താൽ മതി. ഖുർആനിലും ഹദീസിലും, അതാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണം. മുസ്ലിങ്ങളുടെ പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ സ്വഹീഹായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന എങ്ങനെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തെറ്റിദ്ധാരണയുടെ വിഷയമില്ല. ആ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും, ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ മുസ്ലിം കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുമ്പം അതാണ് ഇസ്ലാം, അതുകൊണ്ട് ഇതെന്തോ ഒരു പ്രശ്നമാണ്. അങ്ങനെ ചിന്തിക്കുന്ന പിന്നെ ഗുണകാംക്ഷികളായിട്ടുള്ള, അതേപോലെ തന്നെ ഇതൊക്കെ പിന്നെ എന്താണ് സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിക്കൂ. നിങ്ങൾ ഈ ഖുർആൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ കിതാബിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ കിതാബ് ഒന്ന് വാങ്ങൂ. അത് വാങ്ങേണ്ട ഒരു പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഖുർആൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അതിൻ്റെ മലയാളം പരിഭാഷ കിട്ടും. അതൊന്ന് വായിച്ചു നോക്കൂ. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഹേറ്റ്രഡ് അതിൽ എവിടെയാണുള്ളത് എന്ന് നിങ്ങൾ കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമാണത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ പ്രമാണത്തിലേക്ക് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഫണ്ടമെൻ്റലിസത്തിലേക്ക്, നിങ്ങൾ ഈ പറയുന്ന ഒരു ഫണ്ടമെൻ്റലിസം ഉണ്ടല്ലോ, പ്രമാണങ്ങളൊക്കെ സ്വീകരിച്ച് ആ ബാഡ് മുസ്ലിം എന്ന് പറയുന്നത്, ആ ബാഡ് മുസ്ലിം അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. നിങ്ങൾ ഈ പറയുന്ന ബാഡ് മുസ്ലിം ഉണ്ടല്ലോ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ആരും ബാഡ് ആവില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. ആക്ച്വലി അതിനപ്പുറം, ഈ പ്രമാണത്തിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിങ്ങൾ എവിടെ പോകുന്നുവോ അവിടെ ഒരു ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി ഉണ്ടാക്കുന്നതിൽ പൊളിറ്റിക്കലായിട്ടുള്ള വേറെ ഒരുപാട് റീസൺസും ഉണ്ട്. കാരണം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന, ഇസ്ലാം നേരെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരുപാട് $1 ബില്യൺ ഇൻഡസ്ട്രികൾക്ക് പ്രയാസമാണ്. കോസ്മെറ്റിക്സ് ആണെങ്കിലും ലഹരി ആണെങ്കിലും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളാണെങ്കിൽ അങ്ങനത്തെ ഈ ടെലിവിഷൻ അല്ലെങ്കിൽ ആഡ് ഇൻഡസ്ട്രികൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ഫോളോ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക്, സ്ട്രിക്റ്റ്ലി വേറൊരു മതം അങ്ങനെയല്ല, ഇസ്ലാം സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്താതിരിക്കണം. അപ്പോൾ എത്താതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ ബാഡായിട്ട് പോർട്രേ ചെയ്യപ്പെടണം. പോർട്രേ ചെയ്യണമെങ്കിൽ 2 തരത്തിലുള്ള മുസ്ലിങ്ങളിൽ നിന്ന് ഈ ലോകത്തിൽ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അങ്ങനെ എല്ലായിടത്തും കിടക്കണം. ബാഡ് മുസ്ലിം അല്ലെങ്കിൽ ഗുഡ് മുസ്ലിം, ഈ 2 ബൈനറിയിലേക്ക് ഒരു ഒതുങ്ങണം. അതിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പിന്നെ എന്താണ് ചാറ്റ് വിത്ത് യു എയിൽ വന്നിട്ടുള്ള ഒരാൾ ശിവദാസ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നുന്നു വെച്ചാൽ, അദ്ദേഹത്തോട് ബാസിൽക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും കേൾക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് പലതും കേൾക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ എങ്ങനെയാണ് പറ്റിയെന്ന് അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ടി വിയിൽ പറയുന്ന കാര്യങ്ങളും ഞാൻ സ്വീകരിക്കുന്നില്ല. അത്തരത്തിൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ആരെങ്കിലും പറയുന്നത് കേൾക്കാതെ ആക്ച്വലി എന്താണ് പറയുന്നത് അന്വേഷിച്ചാൽ നമുക്ക് വസ്തുത മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് വരേണ്ടത്? ആ ഖുർആനും ഹദീസും. എന്താണ് വളരെ സിമ്പിളാണ്. ഇത് വേറെ എവിടുന്നോ പ്രയാസപ്പെട്ട് ഗുരുകുല സംവിധാനത്തിൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്താണ് ഇസ്ലാം എന്നുള്ളത് അവിടെ ലഭ്യമാണ്. അപ്പോൾ ഓൾറെഡി ഒരു പ്രൊപ്പഗണ്ട അവിടെ കിടക്കുന്നുണ്ട്. ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി വേണം എന്നുള്ളതും, ആ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറിയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ മോശമായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളതിനെ ബാഡായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള പ്രൊപ്പഗണ്ട അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രൊപ്പഗണ്ടയിലൂടെ വരുന്ന ഇൻഫർമേഷനുകളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതിലപ്പുറം എന്താണ് ആക്ച്വലി ഇസ്ലാം പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലാവുന്നുള്ളതും ബോധ്യപ്പെടുന്നുള്ളതും ആ വാതിൽ തുറക്കപ്പെടുന്നുള്ളതും ഓപ്പൺ മൈൻഡഡായി ശരി മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റു വീഡിയോകൾക്കായി യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.